ഹലോ മക്കളെ, നമ്മൾ ഷുവർ ഷോട്ട് ഡിസ്കഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ എക്സാമിനുള്ളൂ. നന്നായിട്ട് റെഡി ആയിട്ടിരിക്കുക. ഇന്ന് നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു മാരത്തോൺ പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 16ഓളം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ മറ്റൊരു സെഷനിലേക്ക് വരികയാണ്. പുതിയ ചോദ്യം നമ്പറൊന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അരിത്മെറ്റിക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന് ചോദിക്കാൻ സാധനമാണ്. നോക്കണം. 11, 11, 21. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സമാന്തര ശ്രേണിയാണ്. ഇതിന്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എല്ലാവർക്കും അറിയാം. എത്രയാണ്? 2 ആണ്. ആണോ? അല്ലടോ, 2 ആണ് വരിക. 11 1 പോയ എത്രയാണ്? 10. ചില ആൾക്കാർ തലാട്ടിണ്ടാവും. ഇപ്പോൾ ചില ആളുകൾ തലാട്ടിണ്ടാവും. പോലെ ശ്രദ്ധിക്കണം. 11 1 പോയാലും 21 11 പോയാലും ഉത്തരം എന്താണ്? എ ക്വസ്റ്റ്യൻ ഉത്തരം 10 എന്ന് കിട്ടി. പൊതുവ്യത്യാസം എന്ന് കിട്ടി 10 ആണ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി 10th ടേം ഓഫ് ദി സീക്വൻസ്. ഇതിലെ 10ാമത്തെ പദം കണ്ടുപിടിക്കുക. 10ാമത്തെ പദം എങ്ങനെ? 10ാമത്തെ പദം കാണും? സിമ്പിൾ ആണ് അല്ലേ? ഈ ശ്രേണി 10ാം പദം. ഫൈൻഡ് ദി 10th ടേം ഓഫ് ദി സീക്വൻസ്. x10 ഈക്വൽ ടു x1 പ്ലസ് എത്ര ഡി കൂട്ടിയാൽ മതി? 9d. ഇനി ഒന്നാമത്തെ പദം തന്നെ ആവണമെന്നില്ല, 2ാമത്തെ പദം വേണമെങ്കിൽ അത് ചെയ്യാം. ഒന്നാമത്തെ പദത്തിൽ വരും 1 പ്ലസ് 9 ഇൻറ്റു ഡി എത്രയാണ്? 10 ആണ്. സോ 1 പ്ലസ് 90 ഈക്വൽ ടു 91 നമ്മുടെ 10ാമത്തെ പദം വരുന്നത്. ഈസി ആയിട്ട് നമ്മൾ 2 മാർക്ക് സ്കോർ ചെയ്തു. വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അരിത്മെറ്റിക് സീക്വൻസിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം. ഓക്കെ ആണല്ലോ? റെഡിയാണെന്ന് കരുതാണ്. മറ്റൊരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യനുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. താങ്ക് യു.